ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്ന ചെറിയൊരു യാത്ര സംബന്ധിച്ചൊരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ എറണാകുളം വരെ പോവുകയാണ്. അതെന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് ആണ്, നിങ്ങൾക്കത് വഴിയേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യത്തിനും വേണ്ടി നമ്മുടെ തീവണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി വന്നു. ഞാൻ എടുത്തേക്കുന്ന ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി ആ ബോഗിയിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ സീറ്റെല്ലാം ഫുള്ളാണ്, അറിയാമല്ലോ നമ്മുടെ ജനറലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നേരെ ഡോറിൻ്റെ വക്കത്തൊക്കെ വന്ന് നിന്ന് പോവാണ്. നമുക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഡോറിൻ്റെ വക്കത്ത് നിന്ന് ഒന്ന് ഇങ്ങനെ നിന്നിട്ട് ഈ പോകുമ്പോൾ ഉള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് വളരെയധികം രസമാണ്. നമ്മൾ ഒരുപാട് നിന്ന് കണ്ടുപോകും. ദൈവമേ, എറണാകുളം വരെ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാര്യം നമ്മൾ നിൽക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ ദൈവം ഒരു 4-5 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ദൈവമേ, എങ്ങനെങ്കിലും എറണാകുളം എത്തിയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. കാര്യം നിർത്തി ലാസ്റ്റ് അങ്ങനെ എറണാകുളം സ്റ്റാൻഡ് എത്തിയപ്പോഴാണ് ഞാൻ ശ്വാസം നേരെ വിട്ടത്. അങ്ങനെ നമ്മൾ വന്ന കാര്യം, പേപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വന്ന കാര്യം എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാനും എല്ലാം പറ്റിയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോഴും തിരക്കാണോ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ തിരക്കായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ ഡോറിൻ്റെ സൈഡിൽ പോയി അങ്ങ് ഇരുന്നു. അത് ഡേഞ്ചറാണ്, പക്ഷേ ഞാൻ ഇരുന്നു, വേറെ നിവൃത്തിയില്ല. അങ്ങനെ നമ്മൾ ഹരിപ്പാടെത്തി. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇനി എനിക്ക് വയ്യ ഗൈസ്. കാര്യം ഞാൻ ഇനി മേലെ ജനറൽ എടുക്കത്തില്ലെന്ന് ഞാൻ അന്നുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ കൂടെയുള്ള ബെൽ ഐക്കണും അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക.